പ്രമുഖ സ്വഹാബി വര്യനായ സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയായിരുന്നു താബഈയായ മുഹമ്മദ് ഇബ്നുൽ ജഹം. ദാരിദ്ര്യം കാരണം അദ്ദേഹത്തിന് തന്റെ വീട് വിൽക്കേണ്ടി വന്നു. 50,000 ദിർഹമായിരുന്നു വീടിന് വിലയിട്ടത്. കച്ചവടക്കാർ വന്ന നേരം അദ്ദേഹം ചോദിച്ചു, വീടിന് വില പറഞ്ഞത് ശരി, എന്റെ അയൽപക്കത്തിന് നിങ്ങൾ എന്ത് വില തരും? അവർ അത്ഭുതത്തോടെ ചോദിച്ചു, ഞങ്ങൾ വീടാണ് വാങ്ങുന്നത്, അയൽബന്ധം ആരെങ്കിലും വിൽക്കാറുണ്ടോ? അദ്ദേഹം മറുപടി പറഞ്ഞു, എന്ത് ചോദിച്ചാലും സന്തോഷത്തോടെ നൽകുന്ന ഒരാൾ, മൗനം പാലിച്ചാൽ പോലും ഇങ്ങോട്ട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരാൾ, അങ്ങോട്ട് തിന്മ ചെയ്താൽ പോലും തിരിച്ച് നന്മ മാത്രം ചെയ്യുന്ന ഒരാൾ, എപ്പോഴും സൗമ്യമായി പെരുമാറുന്ന ഒരാൾ. അത്തരമൊരു അയൽവാസിക്ക് വിലയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? വിവരമറിഞ്ഞ് സഈദ് റളിയല്ലാഹു അൻഹു 1,00,000 ദിർഹം നൽകുകയും അദ്ദേഹത്തോട് വീട് വിട്ടു പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത്രേ. ഒരു വിശ്വാസി തൻ്റെ അയൽക്കാരോട് ഇങ്ങനെ പെരുമാറണമെന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അയൽവാസി പട്ടിണി കിടക്കെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന പ്രവാചക വചനം. അയൽവാസിയെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ പിന്നെ എത്ര തന്നെ നമസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ആരാധനാ കർമ്മങ്ങൾ ചെയ്തിട്ടും ഫലമില്ലെന്ന പ്രവാചകാധ്യാപനം. നമ്മുടെ അയൽപക്ക ബന്ധം ദൃഢമാവുമാറാവട്ടെ.